പന്തളത്തു നിന്ന് മകരവിളക്കിന് ഭഗവാൻ അണിയിക്കാനായി കൊണ്ടുവന്ന തിരുവാഭരണവും ഉടയാളകളും അതേപോലെ തന്നെ ഘോഷയാത്രയായി തിരികെ പന്തളത്തേക്ക് മടങ്ങുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്. ഒരിക്കൽ കൂടി സോപാനത്തെത്തി ശബരീശനെ വണങ്ങി തിരുവാഭരണ പേടക സംഘം തിരുവാഭരണം തലയിലേറ്റി ആ 3 പേടകങ്ങളും 18-ാം പടിയിറങ്ങി താഴേക്ക് വന്ന് ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലൂടെ നടപ്പന്തലിലൂടെ ശരംകുത്തി വഴി താഴേക്ക് പോകുന്ന കാഴ്ച. ഏത് വഴിയിലൂടെയാണോ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തു നിന്ന് വന്നത് അതേ വഴികളിലൂടെ, അതേ കാനന പാതയിലൂടെ അതേപോലെ മടങ്ങുന്നു. ഇക്കുറി ഒരു വ്യത്യാസം, ഇവിടെ വാദ്യഘോഷങ്ങൾ ഇപ്പോൾ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ശരംകുത്തിയിലേക്ക് നടന്ന നായാട്ടുവിളിക്ക് ശേഷം മലദൈവങ്ങളെയും ഭൂതഗണങ്ങളെയും തിരികെ കൂട്ടി അയ്യപ്പസ്വാമി ശബരിമലയിലേക്ക് സന്നിധാനത്തിലേക്ക് മടങ്ങി. നായാട്ടുവിളി ഘോഷയാത്ര അങ്ങോട്ടേക്ക് പോകുമ്പോൾ തീവെട്ടിയുണ്ടായിരുന്നു, ദീപപ്രഭയുണ്ടായിരുന്നു, വാദ്യഘോഷങ്ങളുണ്ടായിരുന്നു. മടക്കയാത്ര തീർത്തും നിശബ്ദമായി. തീവെട്ടി അണച്ച് വാദ്യഘോഷങ്ങളില്ലാതെ തിരികെ തനിക്ക് കാവൽ നിൽക്കുന്ന ഭൂതഗണങ്ങളെയും മലദൈവങ്ങളെയും തിരികെ കൂട്ടി അയ്യപ്പസ്വാമി മടങ്ങുന്ന കാഴ്ച അതും നമ്മൾ തത്സമയം കണ്ടു. ഇന്നലെ ഗുരുതിയായിരുന്നു. ഇന്ന് രാവിലെ 5 മണിക്ക് നട തുറന്നു. മഹാഗണപതി ഹോമത്തിന് ശേഷം ഭഗവാന് നിവേദ്യവും സമർപ്പിച്ച ശേഷം തിരുവാഭരണ ഘോഷയാത്രാ സംഘം എത്തി വണങ്ങി. മഹാഗണപതി ഹോമത്തിന് തന്ത്രി നേതൃത്വം നൽകി. അതിനുശേഷം അതേ 18-ാം പടി ഇറങ്ങി തിരുവാഭരണ സംഘമെത്തി. നേരത്തെ ഗൂഗിൾ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ മാളികപ്പുറത്ത് നിന്ന് 3ാമത്തെ പെട്ടിയും വന്നു. അത് മാളികപ്പുറത്തു നിന്നുള്ള ഈ മണിമണ്ഡപത്തിലേക്കുള്ള ഈ നായാട്ടുവിളി ഘോഷയാത്രയ്ക്ക് എടുക്കുന്ന 2 കൊടിക്കൂറകൾ അടങ്ങുന്ന പേടകമാണ് മാളികപ്പുറത്ത് നിന്ന് 18-ാം പടിക്ക് താഴേക്കെത്തിയത്. ഒടുവിലൊരുമിച്ച് ശരണമന്ത്രഘോഷങ്ങളുടെ നടുവിലൂടെ ഈ 3 പേടകങ്ങളും മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വഴിയിൽ 2 ഇത് വീണ്ടും ഇറക്കി വയ്ക്കും. വളരെ അപൂർവമായ ഒരു കാര്യം നേരത്തെ ഗൂഗിൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. റാന്നി പെരുന്നാട് ക്ഷേത്രത്തിൽ തിരുവാഭരണം അണിയിച്ച് അവിടെ ദീപാരാധനയുണ്ട്, ദർശനമുണ്ട്. അതിനുശേഷം ആറന്മുള കൊട്ടാരത്തിലും പേടകം തുറന്നു വയ്ക്കും ഭക്തജനങ്ങൾക്ക് കാണാനായി. മകരവിളക്ക് ദിവസം തിരുവാഭരണഭൂഷിതനായ തിരുവാഭരണം അണിഞ്ഞ ഭഗവാനെ കാണാൻ കഴിയാത്തവർക്കായിട്ടാണ് റാന്നി പെരുന്നാട് ഇങ്ങനൊരു അവസരം ഒരുക്കുന്നത്. ഇനിയിപ്പോൾ സന്നിധാനത്ത് സോപാനത്തിൽ ഏറ്റവും വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് അവിടം സാക്ഷ്യം വഹിക്കുക. സ്വാഭാവികമായിരിക്കും ക്യാമറകൾക്ക്, മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല അവിടെ. ഇക്കുറി രാജപ്രതിനിധിയായി പന്തളത്തു നിന്നെത്തിയ പുണർദം തിരുനാൾ PN നാരായണവർമ്മജി പുത്രനോട് യാത്ര ചോദിക്കുന്ന നിമിഷങ്ങളാണ് മുകളിൽ. ഏറ്റവും വികാരനിർഭരമായ നിമിഷം നമുക്കറിയാം. അയ്യപ്പസ്വാമി യോഗനിദ്രയിലാവുമ്പോൾ പിതാവിന് കൊടുത്തിരുന്ന ഉറപ്പുണ്ട്, മകരസംക്രമ ദിവസം സർവാഭരണ വിഭൂഷിതനായി ഉടയാടകൾ അണിഞ്ഞ് ആഭരണങ്ങൾ അണിഞ്ഞ് രാജകുമാരനായി ദർശനം നൽകാം എന്നുള്ളത്. ആ ഉറപ്പ് പാലിച്ചു. ആ ആഘോഷം കഴിഞ്ഞു, മകരവിളക്ക് കഴിഞ്ഞു. ഇനി വീണ്ടും യോഗനിദ്രയിലേക്ക്. ഇനിയിപ്പോൾ രാജപ്രതിനിധി ദർശനം നടത്തിയ ശേഷം അദ്ദേഹം യാത്ര പറഞ്ഞ് 18-ാം പടി ഇറങ്ങുമ്പോൾ തൊട്ടു പിന്നാലെ മേൽശാന്തി ഭഗവാനെ ഭസ്മവിഭൂഷിതനാക്കി രുദ്രാക്ഷമാലയണിയിച്ച് യോഗനിണ്ടയേൽപ്പിച്ച് യോഗനിദ്രയിലാകെ ഹരിവരാസനം പാടി നടയടയ്ക്കുകയാണ്. 18-ാം പടി ഇറങ്ങി താഴേക്ക് വരുന്ന സോപാനത്തിന് മുന്നിൽ വെച്ച് തന്നെ ക്ഷേത്രത്തിൻ്റെ താക്കോൽക്കൂട്ടവും പണക്കിടിയും രാജപ്രതിനിധി ഏറ്റുവാങ്ങും മേൽശാന്തിയിൽ നിന്ന്. രാജപ്രതിനിധിക്ക് പിന്നാലെ മേൽശാന്തിയും 18-ാം പടി ഇറങ്ങി താഴേക്കെത്തും. താഴെ എത്തിക്കഴിഞ്ഞ് രാജപ്രതിനിധി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഈ താക്കോൽക്കൂട്ടവും ഈ പണക്കിടിയും വീണ്ടും തിരികെ നൽകും. ഈ വർഷം തുടർന്നുള്ള നാളുകളിൽ വളരെ കൃത്യമായി ഇവിടുത്തെ കാര്യങ്ങൾ നടത്തണം എന്ന് ചൊല്ലിയേൽപ്പിച്ച് രാജപ്രതിനിധിയും മടങ്ങുകയാണ്. കാത്തുനിൽക്കുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഒപ്പം ആ സംഘത്തിനൊപ്പം പന്തളം കൊട്ടാരത്തിലേക്ക് അടുത്ത വർഷം വീണ്ടും വരാം. മണ്ഡലകാലത്ത് മകരവിളക്ക് കാലത്തേക്ക് അരുൺ കൊടുങ്ങൂർ, ഗോകുൽ, എന്താണ് അവിടെ നിന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്? രാജപ്രതിനിധിയുടെ സോപാനത്തിലെ ദർശനം കഴിഞ്ഞു. എപ്പോഴാണ് തുടർന്നുള്ള
ചടങ്ങുകൾ ഈ താക്കോൽക്കൂട്ട കൈമാറ്റവും. പ്രദീപുള്ള രാജപ്രതിനിധിയുടെ ദർശനം പൂർത്തിയായിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കിപ്പോൾ 18-ാം പടിക്ക് മുകളിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്ന ആളുകളുടെ സംഘത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ പുണർത്തന്നാൾ നാരായണവർമ്മ അദ്ദേഹം ഈ ദർശനം പൂർത്തിയാക്കി താഴേക്ക് എത്തുമെന്നുള്ള ആണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തോടൊപ്പമുള്ള സംഘങ്ങൾ ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ദർശനം ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ആ പന്തള രാജപ്രതിനിധി ഈ ഭഗവാന്റെ തിരുസന്നിധാനത്ത് നിന്നും പടിയിറങ്ങാനുള്ള ആ ഒരു കാഴ്ചകൾക്കായി നമുക്ക് കാത്തിരിക്കേണ്ടി വരിക. എന്തായാലും 2 മാസക്കാലം നീണ്ട ആ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പരിസമാപ്തിയാകുകയാണ്. പന്തളത്തു നിന്നെത്തിയ ആ രാജപ്രതിനിധിക്കൊപ്പം എത്തിയ സംഘമാണ് ഇപ്പോൾ ആദ്യം പടിയിറങ്ങിക്കൊണ്ടുവരുന്നത്. 18-ാം പടി ഇറങ്ങി വരുന്നത്. എന്തായാലും തിരുവാഭരണം അല്പസമയങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ രാജപ്രതിനിധിയോട് കൂടി എത്തിയ പന്തളത്തു നിന്നെത്തിയ ആ സംഘമാണ് ഇപ്പോൾ പടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെയും ഇവിടേക്ക് തിരുസന്നിധാനത്തേക്ക് 18-ാം പടിക്ക് താഴേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും വൈകാരികമായ വികാര നിർഭരമായ ആ ചടങ്ങുകൾക്കാണ് ശബരിമല സന്നിധാനം ഒന്നാകെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ അല്പസമയത്തിനകം തന്നെ രാജപ്രതിനിധി അദ്ദേഹം താഴേക്ക് എത്തും. അതിനുള്ള എല്ലാ സൂചനകളും നമുക്കിവിടെ നിന്ന് നൽകുവാനായിട്ട് അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് അധികൃതരടക്കമുള്ള ആളുകൾ 18-ാം പടിക്ക് താഴെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അണിനിരന്നിരിക്കുകയാണ്. രാജപ്രതിനിധി അദ്ദേഹം കൂടി എത്തിയാൽ മതി. എന്തായാലും പന്തളത്തിൽ നിന്നുള്ള ബാക്കി പ്രതിനിധികൾ ഈ ദൃശ്യങ്ങളിൽ മേൽശാന്തിയെ നമുക്ക് കാണാം. അരുൺകുമാർ മേൽശാന്തി അദ്ദേഹത്തെ യാത്രയാക്കുന്നതിന് വേണ്ടിയിട്ട് 18-ാം പടിക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തോടൊപ്പം തന്നെ മേൽശാന്തിയും താഴേക്ക് ഇറങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ക്ഷേത്രനട അടച്ചതിന് ശേഷമാണ് മേൽശാന്തി ഈ 18-ാം പടി ഇറക്കുന്നത്. അതായത് രാജപ്രതിനിധി ദർശനം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ദർശനം പൂർത്തീകരിച്ച് മടങ്ങിയതിന് ശേഷമാണ് മേൽശാന്തി ഈ ഹരിവരാസനം പാടി ക്ഷേത്രനട അടച്ച് താക്കോൽക്കൂട്ടം രാജപ്രതിനിധിയെ ഏൽപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹവും 18-ാം പടി ഇറങ്ങി ഇപ്പോൾ താഴേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഇനി വൈകില്ല, അല്പസമയത്തിനകം തന്നെ നാരായണവർമ്മ തമ്പുരാൻ അദ്ദേഹം ദർശനം പൂർത്തിയാക്കി അയ്യപ്പനോട് യാത്ര പറഞ്ഞ് 18-ാം പടി ഇറങ്ങുന്ന ദൃശ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ ക്രമീകരണങ്ങളും 18-ാം പടിക്ക് മുകളിൽ ആചാരവും ഉപചാരപൂർവ്വമുള്ള ഉടവാൾ അത് എത്തിച്ചിരിക്കുകയാണ്. എന്നുള്ള ഒരു മന്ത്രം ധ്വനികളാൽ മുഖരിതമാകുന്ന അന്തരീക്ഷത്തിലേക്ക് ആ ഭഗവാന്റെ പൊന്നു സന്നിധാനത്തേക്ക് ആ തിരുനട അടച്ചുകൊണ്ട് രാജപ്രതിനിധി ഇറങ്ങുന്ന ആ വൈകാരികമായുള്ള ചടങ്ങിന് ശബരിമല സന്നിധാനം ഒന്നാകെ ഇങ്ങനെ സാക്ഷി വഹിക്കുകയാണ്. എത്ര മനോഹരമായുള്ള ഒരു മണ്ഡലകാലം ഭഗവാൻ കരിഞ്ഞനുഗ്രഹിച്ചു നൽകിയ ആ ഒരു മണ്ഡലകാലം, ആ മണ്ഡലകാലത്തിന് പൂർണ്ണ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ആ രാജപ്രതിനിധി പടിയിറങ്ങുന്ന ഏറ്റവും മനോഹരമായുള്ള ഒരു വലിയ നിയോഗമാണ് അദ്ദേഹത്തെ കാത്തിരുന്നത്. ആ വലിയ നിയോഗം പൂർത്തിയാക്കിക്കൊണ്ട് രാജപ്രതിനിധിയായി PN നാരായണവർമ്മ ഭഗവാന്റെ ഓരോ പടികളിൽ ചവിട്ടി താഴേക്ക് ഇറങ്ങുകയാണ്. പൊന്നു 18-ാം പടിയെ തൊട്ട് തലയിൽ വെച്ചുകൊണ്ട് ആ പൊന്നു 18-ാം പടിയെ തൊട്ട് തൊഴുതുകൊണ്ട് ആ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിന്നും ആചാരപരമായ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി ഈ താഴേക്ക് ഇറങ്ങുന്ന ആ മനോഹരമായുള്ള ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തിസാന്ദ്രമായുള്ളൊരു അന്തരീക്ഷത്തിലേക്ക്, ഏറെ വൈകാരികമായുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ കിടക്കുകയാണ്. നാരായണവർമ്മ അദ്ദേഹം 18-ാം പടി ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ആ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ, അതായത് സ്വന്തം മകനാണ്, ആ മകനോട് യാത്ര ചോദിച്ച് അച്ഛൻ പടിയിറങ്ങുകയാണ്. ഒരു വർഷത്തെ പൂജകളൊക്കെ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടച്ച് താക്കോൽക്കൂട്ടം ആ അച്ഛന് മേൽശാന്തി കൈമാറി അദ്ദേഹം പടിയിറങ്ങി താഴെ എത്തുന്ന ആ ഒരു ദൃശ്യമാണ്. ഇനി ആ താക്കോൽക്കൂട്ടം തിരികെ ദേവസ്വം അധികൃതരെ അദ്ദേഹം ഏൽപ്പിക്കും. വരുന്ന ഒരു വർഷത്തേക്ക് പൂജകൾ കൃത്യമായിട്ട് നടപ്പാക്കണമെന്നുള്ള നിർദ്ദേശവും ഉപദേശവും നൽകി അദ്ദേഹം മലയിറങ്ങുന്ന ചടങ്ങുകൾ കൂടിയാണ് അവശേഷിക്കുന്നത്. എന്തായാലും ആ താക്കോൽക്കൂട്ടം കൈമാറുന്ന ആ ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അയ്യപ്പനോട് യാത്ര പറഞ്ഞ് ആ പന്തള രാജാവിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അദ്ദേഹം കഴിഞ്ഞ 12-ാം തീയതി ശബരിമലയിലേക്കുള്ള യാത്ര പുറപ്പെട്ടതാണ്. 14-ന് വൈകുന്നേരം തിരുസന്നിധാനത്തെത്തി. ഇപ്പോൾ എല്ലാ പൂജകളും പൂർത്തിയാക്കി അയ്യപ്പനോട് യാത്ര പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോകുന്ന 18-ാം പടി ഇറങ്ങി തിരികെ പോകുന്ന നിമിഷങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്.
തീർച്ചയായും എന്തായാലും ആ വൈകാരികമായ ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഭക്തർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും താക്കോൽ കൂട്ടം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് കൈമാറുകയാണ്. വരുന്ന ഒരു വർഷത്തേക്കുള്ള ആ ചടങ്ങുകൾ ഏറ്റവും ഭംഗിയായി ഒരു തരത്തിലുള്ള തടസ്സങ്ങളും കൂടാതെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കൂടാതെ നടപ്പാക്കണമെന്നുള്ള ഒരു കൃത്യമായൊരു നിർദ്ദേശം നൽകിക്കൊണ്ട് ആ താക്കോൽ കൂട്ടം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് നൽകുന്ന ആ തത്സമയമായ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരപരമായ ചടങ്ങുകളൊക്കെ തന്നെയും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി രാജപ്രതിയുടെ മടക്കയാത്രയാണ്. അതിനായുള്ള ഒരു ഒരുക്കങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും ഒരു വലിയ നിയോഗമാണ് അദ്ദേഹത്തെ തേടി. ആ നിയോഗം പൂർത്തിയാക്കി ഭഗവാന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അദ്ദേഹം പടിയിറങ്ങുകയാണ്. എന്തായാലും വൈകാരികമായ ഏറ്റവും അതിവൈകാരികമായ ചടങ്ങുകൾക്കാണ് ഭഗവാന്റെ തിരുസന്നിധാനം ഒന്നാകെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മാസക്കാലം നീണ്ട മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി എത്തിയിരിക്കുന്നു. ഭഗവാൻ അടച്ചിരിക്കുകയാണ്. ഇനി ഒരാൾക്കും ഭഗവാന്റെ തിരുസന്നിധാനത്തേക്ക് പ്രവേശനമില്ല. അടുത്ത മാസം ഏറെ വൈകാരികമായി തന്നെയാണ് ഭഗവാന്റെ തിരുസന്നിധാനത്ത് നിന്നും രാജപ്രതി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. വൈകാരികമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നു ഭഗവാന്റെ തിരുസന്നിധാനം ഒന്നാകെ. എന്തായാലും വൈകാരികമായ ചടങ്ങുകളൊക്കെ തന്നെയാണ് ഭഗവാന്റെ തിരുസന്നിധാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഏറെ നേരമായി കാത്തിരുന്ന ആ ചടങ്ങുകളൊക്കെ തന്നെയും പൂർത്തിയായിരിക്കുന്നു. രാജപ്രതി പടിയിറങ്ങിയിരിക്കുന്നു. 18-ാം പടിയുടെ ആ കവാടം ഒന്നാകെ അടച്ചിരിക്കുന്നു. പൊന്നു 18-ാം പടി ആകെ അടച്ചിരിക്കുന്നു. ഒരു മണ്ഡല കാലത്തിന് കൂടി പൂർണ്ണ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ആചാരപരമായ ചടങ്ങുകളൊക്കെ തന്നെയും പൂർത്തീകരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ തിരുസന്നിധാനത്ത് നിന്നും ആ രാജപ്രതിനിധ മടങ്ങുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ആ ഒരു അനുഗ്രഹ വർഷം ഭക്തർക്ക് ചൊരിഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ ആ തിരുസന്നിധാനത്ത് നിന്നും ആ രാജപ്രതിനിധി ഇപ്പോൾ മടങ്ങുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ആ ഭഗവാന്റെ തിരുസന്നിധാനം ഒന്നാകെ കടന്നുപോയത്. ഏതായാലും PN നാരായണവർമ്മ തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നിയോഗമായി തന്നെ ആണ് ഈ ഒരു അവസരം. മുൻജന്മ സുഹൃതമായി തന്നെയാണ് അദ്ദേഹം കാണുകയും ചെയ്തത്. എന്തായാലും വൈകാരികമായ ആ ചടങ്ങുകൾക്ക് സാക്ഷിയായതിനു ശേഷം ആചാരപരമായ ചടങ്ങുകളൊക്കെ തന്നെയും പൂർത്തീകരിച്ചുകൊണ്ട് ഈ നാരായണവർമ്മ അദ്ദേഹം തമ്പുരാൻ ഇവിടെ നിന്നും ഭഗവാന്റെ പൊന്നു സന്നിധാനത്തു നിന്നും ഇപ്പോൾ മടങ്ങുകയാണ്. ആ ഒരു ദൃശ്യങ്ങളാണ് പൊന്നു 18-ാം പടി ഇറങ്ങി അവിടെ നിന്നും നേരെ 18-ാം പടിക്ക് താഴേക്ക് എത്തിക്കൊണ്ട് പോകുന്ന ഒരു മനോഹരമായുള്ള ഒരു ചടങ്ങിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ചടങ്ങുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയുകയും ചെയ്യേണ്ടത്. എന്തായാലും പൊന്നു 18-ാം പടി ഇറങ്ങി വലിയ നടപ്പന്തലിലേക്ക് കാത്തിരിക്കുന്ന ഭക്തർക്കൊക്കെ തന്നെ ഒരു അനുഗ്രഹ വർഷം ചൊല്ലുന്ന രാജപ്രതിനിധിയായി എത്തിയ വലിയ നിയോഗം പൂർത്തീകരിച്ചതിന് ശേഷം ഭഗവാന്റെ പൊന്നു 18-ാം പടി ഇറങ്ങി ആ വലിയ നടപ്പന്തലിലേക്ക് എത്തുന്ന ആ മനോഹരമായുള്ള ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറെ വൈകാരികമായ മുഹൂർത്തത്തിലൂടെയാണ് ഈ ഭഗവാന്റെ തിരുസന്നിധാനം ഒന്നാകെ കടന്നു പോകുന്നത്. 2 മാസക്കാലം നീണ്ട ഒരു മണ്ഡല മകരവിളക്ക് കാലം അണമുറിയാത്ത ഭക്തജന പ്രവാഹമായിരുന്നു ഭഗവാന്റെ തിരുസന്നിധാനത്തേക്ക് ഉണ്ടായിരുന്നത്. ആ ഭഗവാന്റെ തിരുസന്നിധാനത്തെ ആ ആചാരപരമായ ചടങ്ങുകളൊക്കെ തന്നെയും പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും ആ ചടങ്ങുകൾ തന്നെയാണ് ഇവിടെ ശബരിമല സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നത്. ആ ചടങ്ങുകൾ പൂർത്തീകരിച്ചത് ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് രാജപ്രതിനിധി പുണർത്തുന്ന നാരായണവർമ്മ അദ്ദേഹം ഇപ്പോൾ മലയിറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. 18-ാം പടി ഇറങ്ങി താഴെ എത്തി താക്കോൽക്കൂട്ടം തിരികെ ദേവസ്വം അധികൃതരെ ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അദ്ദേഹം തിരികെ മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. 3 നാൾ നീണ്ടു നിൽക്കുന്ന പന്തളത്തേക്കുള്ള യാത്ര കാനനപാതയിലൂടെയുള്ള യാത്ര തന്നെയാണ്. തിരികെയുള്ള യാത്രയും എന്തായാലും ആ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ തിരുവാഭരണ പേടകങ്ങൾ അല്പസമയം മുമ്പ് സന്നിധാനത്ത് നിന്നും തിരികെ പന്തളത്തേക്കുള്ള യാത്ര ആരംഭിച്ചിരുന്നു. അതിനുശേഷമാണ് നാരായണവർമ്മ തമ്പുരാൻ രാജപ്രതിനിധി അദ്ദേഹം അയ്യപ്പനെ തൊഴുത് യാത്ര ചോദിച്ചിപ്പോൾ മടക്കയാത്ര ആരംഭിച്ചിരിക്കുന്നത്. തിരുവാഭരണ പേടകങ്ങൾക്ക് പിന്നിലായിട്ട് അദ്ദേഹവും തിരികെ പന്തളത്തേക്കുള്ള യാത്രയാണ്. കഴിഞ്ഞ 12-ാം തീയതി പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ആ യാത്ര സുദീർഘമായിട്ടുള്ള യാത്ര അതിൻ്റെ 14-ന് വൈകിട്ട് മകരസംക്രമ ദിവസം ശബരിമല തിരുസന്നിധാനത്ത് എത്തിച്ചേർന്നു. അതിനുശേഷം
ദിവസങ്ങൾ നീണ്ട് അവിടെ തങ്ങി ശബരിമലയിൽ തങ്ങി ആ ബാക്കിയുള്ള ചടങ്ങുകളിലൊക്കെ കൃത്യമായിട്ട് മണിമണ്ഡപത്തിൽ നിന്നടക്കമുണ്ടായിരുന്ന എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ മറ്റ് ഗുരുതി അടക്കമുള്ള അവസാന ചടങ്ങുകളിലും ഭാഗമായി ആ ചടങ്ങുകളൊക്കെ കണ്ടു തൊഴുതതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ തിരികെ ആചാരപൂർവ്വമായിട്ടുള്ള അയ്യപ്പനോടുള്ള യാത്ര ചോദിക്കുന്ന ചടങ്ങുകളടക്കം പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ പന്തളത്തേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചിരിക്കുന്നത്. തിരുവാഭരണ പാത കടന്നു വന്ന അതേ പാതയിലൂടെ തന്നെയാണ് മടക്കയാത്രയും ഇപ്പോൾ അദ്ദേഹത്തിന് ഉള്ളത്. എന്തായാലും അദ്ദേഹം മുമ്പ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുജ്ജന്മ സുഹൃതമൊക്കെയായി അദ്ദേഹം ഈ നിയോഗത്തെ അയ്യപ്പൻ്റെ രാജപ്രതിനിധിയായിട്ട് പിതൃസ്ഥാനീയനായിട്ട് ശബരിമലയിൽ എത്താനുള്ള ആ നിയോഗത്തെ അദ്ദേഹം കണക്കാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ചടങ്ങുകളൊക്കെ പൂർവാധികം ഭംഗിയായി തന്നെ പ്രൗഢഗംഭീരമായി തന്നെ ആ ചടങ്ങുകളെല്ലാം പൂർത്തിയായി. അതിലെല്ലാം ഭാഗമായതിനു ശേഷമാണ് നാരായണവർമ്മ തമ്പുരാൻ ഇപ്പോൾ തിരികെ ആ മലയിറക്കം ആരംഭിച്ചിരിക്കുന്നത്. ആ സ്വന്തം മകനായിട്ടുള്ള പന്തളകുമാരനായിട്ടുള്ള ആ മണികണ്ഠനെ വിലാളി വീരനായിട്ട് തിരുവാഭരണങ്ങൾ ചാർത്തിച്ച് അച്ഛൻ തൻ്റെ ദൗത്യവും നിയോഗവും ഒക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ആ ചാരിതാർത്ഥ്യത്തോടു കൂടി മലയിറങ്ങുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറെ വൈകാരികത നിറഞ്ഞ ഒരു നിമിഷങ്ങൾ കൂടിയിട്ടായിരുന്നു ശബരിമലയിൽ ഈ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. അച്ഛനും ആ മകനും മാത്രമായിട്ടുള്ള നിമിഷങ്ങൾ. വർഷത്തിൽ ഒരു തവണ തൻ്റെ മകനെ വില്ലാളി വീരനായിട്ട് പന്തളകുമാരനായിട്ട് രാജകുമാരനായിട്ട് കാണുവാനുള്ള അച്ഛൻ്റെ ആഗ്രഹത്തെ അയ്യപ്പൻ നിറവേറ്റി. അതിനുശേഷം എല്ലാ പൂജകളും പൂർത്തിയാക്കി എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് അതിനുശേഷം അയ്യപ്പൻ അതായത് വീണ്ടും യോഗനിദ്രയിലേക്ക് പോകുന്നതിന് മുന്നേ അച്ഛനെ ഒരു നോക്ക് കൂടി കണ്ട് ആ അച്ഛൻ ആ മകനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന ഏറെ വൈകാരികത നിറഞ്ഞ ആ ഒരു നിമിഷങ്ങൾ, ആ സുലഭ ആ നിമിഷങ്ങൾക്കാണ് ശബരിമല സാക്ഷിയായത്. ഏറെ ഭക്തിനിർഭരമായിട്ടുള്ള അന്തരീക്ഷം. അദ്ദേഹം ആ തൊഴുത് മാറിയതിനു ശേഷം അയ്യപ്പൻ ആ യോഗനിദ്രയിലേക്ക് ആണ്ടു. ഇനി കാടിൻ്റെ വശ്യതയിൽ വന്യതയിൽ അയ്യപ്പൻ അങ്ങനെ യോഗനിദ്രയിലായിരിക്കും വരുന്ന നാളുകളിലുള്ളത്. ഭസ്മവിഭൂഷിതനായിട്ട് എല്ലാ ആടയാഭരണങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് യോഗ പട്ടയും രുദ്രാക്ഷമാലയും യോഗദണ്ഡും മാത്രം ധരിച്ചുകൊണ്ട് ചിന്മുദ്രാങ്കിതനായിട്ട് സാക്ഷാൽ ശാസ്താവ് ശ്രീധർമ്മശാസ്താവ് ആ കാനനത്തിൽ അങ്ങനെ നിത്യ തപസ്സിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തൻ്റെ ദൗത്യങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് മകനെ കണ്ട് സംതൃപ്തി അണഞ്ഞ കണ്ണുകളുമായിട്ട് ആ പന്തളം രാജാവ് അദ്ദേഹം തിരികെയുള്ള മടക്കയാത്രയും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പന്തളം കൊട്ടാരം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആ യാത്ര, ആ ഒരു ദൗത്യമാണ്. ഒരു അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ യുഗങ്ങൾ നീണ്ടു നിന്ന ദൗത്യമാണ് പന്തളം കൊട്ടാരത്തിന്. തങ്ങളുടെ കുമാരനാണ്, രാജകുമാരനാണ്, പന്തളത്ത് വളർന്ന രാജകുമാരനാണ് ശ്രീ മണികണ്ഠൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മണികണ്ഠനോടുള്ള നിയോഗം എല്ലാ വർഷവും കൃത്യമായിട്ട് നിറവേറ്റിക്കൊണ്ട് അത് പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് പന്തള രാജകുടുംബം ഇവിടുത്തെ ചടങ്ങുകളിലൊക്കെ ഭാഗമാകുന്നത്. ഓരോ വർഷവും ഓരോ രാജപ്രതിനിധികളെ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായിട്ട് കണക്കാക്കിക്കൊണ്ട് തിരുവാഭരണങ്ങളുമായിട്ട് ശബരിമലയിലേക്ക് അയക്കുന്നു. അതിനുശേഷം ഇവിടെയുള്ള ആചാരങ്ങൾക്കൊക്കെ തന്നെ കൊട്ടാരം കൃത്യമായിട്ട് പങ്കുവഹിക്കുമൊക്കെ തന്നെ ചെയ്യുന്നത്. എന്തായാലും ആ ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഇങ്ങനെ തിരികെയുള്ള മടക്കയാത്രയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പം ഈ തിരുവാഭരണ പേടകങ്ങൾ അല്പസമയം മുമ്പ് യാത്രയായിട്ടുണ്ടായിരുന്നു. രാജപ്രതിനിധി അദ്ദേഹവും പിന്നാലെ പോവുകയാണ്. ഈ യാത്രയ്ക്ക് സുരക്ഷയൊരുക്കി സുരക്ഷാ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് അധികൃതരും ഒക്കെ തന്നെ കൃത്യമായിട്ട് യാത്രയെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. കാൽനടയായി തന്നെയാണ് തിരികെ പന്തളത്തേക്കുള്ള യാത്രയും. 3 നാൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ഇന്നിപ്പോൾ ഈ പരമ്പരാഗത കാനനപാത വഴി കരിമല ഇറങ്ങി നീലിമലയിലെത്തി. നീലിമലയിൽ നിന്നും വീണ്ടും കാനനപാത താണ്ടി അട്ടത്തോടിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം അട്ടത്തോടിൽ നിന്നും നിലയ്ക്കൽ ക്ഷേത്രം, അതോടൊപ്പം തന്നെ പ്ലാപ്പള്ളി ലാഹി അടക്കമുള്ള കേന്ദ്രങ്ങൾ കഴിഞ്ഞ് പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തും. പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിശ്രമിക്കും. ഒപ്പം ഈ അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ അവിടെ ചാർത്തുകയും ഒക്കെ തന്നെ ചെയ്യും.